കടുത്ത പോരാട്ടം നടക്കും എന്തായാലും. കരീമ ജയിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിലോ? കരീമ ജയിക്കുള്ളൂ. തുടർഭരണം തന്നെ സാധ്യത. ഇത് കരീം ലീഗിന്റെ അദ്ദേഹത്തിന് വല്ല ചാൻസ് ഉണ്ടോ? ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. UDF ഇതിൽ ഇപ്പം വന്ന ഇതാണ് 4000 രൂപ പെൻഷൻ ആക്കുമെന്നാ പറയുന്നത്. പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എത്ര സീറ്റ് ഉണ്ടാവും UDF? 90.5 കിട്ടും. പെൻഷൻ സംഖ്യ കൂട്ടണോ കൂട്ടണ്ടേ? വയനാട് ദുരന്തം വന്ന സമയത്ത് ജനങ്ങളാണ് പൈസ കൊടുത്തത്. പ്രളയം വന്ന സമയത്ത് ജനങ്ങളാണ് പൈസ കൊടുത്തത്. ഗവൺമെന്റ് ഇതിനകത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പോ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. അഴീക്കോട് മണ്ഡലത്തിലാണ് ഇപ്പോൾ കണ്ണൂർ അഴീക്കോട്. ഇവിടെ KM ഷാജിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ ഒരു മണ്ഡലമാണ്. സുമേഷനാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? കരീംക്ക് എങ്ങനെയാണ്? സുമേഷിന് ഒരു വെല്ലുവിളി ആവോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഉള്ള നാട്ടുകാരോട് ഒന്ന് ചോദിച്ചു നോക്കാം. അഴീക്കോട് കഴിഞ്ഞ പ്രാവശ്യം KM ഷാജിയാണ് ലീഗിന്റെ ഇവിടെ നിന്ന് പരാജയപ്പെട്ടത്. വൻ സ്ഥാനാർത്ഥിനാണ് സുമേഷ് ഇവിടെ പരാജയപ്പെടുത്തിയത്. സുമേഷിന്റെ കഴിഞ്ഞ വർഷത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? അദ്ദേഹം ജനങ്ങളുടെ തന്നെ ജനങ്ങളെ ഇടയിലായിരുന്നു. അപ്പൊ ജനകീയ പ്രവർത്തകനാണ്. എതിർ സ്ഥാനാർത്ഥിയായ കരീം പച്ചേരിയോ അതാ? കരീം പച്ചേരി. അദ്ദേഹത്തിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഞാൻ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആണ് മുസ്ലിം ലീഗിന്റെ. അദ്ദേഹത്തെ അധികം ബന്ധമില്ല. പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റൂല. പ്രവർത്തനമൊന്നും കാര്യമായിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി MLA ആവാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തൊന്നും നല്ലൊരു പ്രവർത്തനം അഡ്വക്കേറ്റ് അല്ലാതല്ലോ. അഡ്വക്കേറ്റ് ആണ്. തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? വരണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? തുടർഭരണം തന്നെ സാധ്യത തന്നെയാണ്. പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പിണറായി വിജയൻ പറ്റോലെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു. അതിന് പ്രായാധിക്യമുണ്ട്. ഒരു അവശത കാണിക്കുന്നുണ്ട്. ഇനി CPM വരാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യത പിണറായി അല്ലാതെ വേറെ ആയിരിക്കും ചാൻസ്? പാർട്ടി തീരുമാനിക്കും. ഷാജി തോറ്റ ഒരു മണ്ഡലാണ് മുസ്ലിം ലീഗിന്റെ. KV സുമേഷാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത്. ഇപ്രാവശ്യം സ്ഥാനാർത്ഥി കുറെ മാറ്റങ്ങളുണ്ട്. ഒന്ന് ലീഗിന്റെ ഷാജിക്കും പകരം കരീംക്കാണ്. പകരം LDFന് പഴയ സ്ഥാനാർത്ഥി തന്നെ സുമേഷിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അഭിപ്രായ കേടുകളുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ജയിക്കാൻ സാധ്യത ഉണ്ടോ? 100% ജയിക്കും. കരീംക്ക് എന്താ അഭിപ്രായം? എന്താ? കടുത്ത പോരാട്ടം നടക്കും എന്തായാലും. കടുത്ത പോരാട്ടാണ്. ഏകപക്ഷമായ ജയം ഉണ്ടാവില്ല. എന്തായാലും സമസമ പോലെ ആയിട്ട് നടക്കും. ഞാനൊരു ഇലക്ഷൻ സർവേയിലാണ്. ഇവിടുത്തെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ നാട്ടിലെ നിങ്ങൾ ഈ നാട്ടിലെ നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണോ? ഇവിടെ ജയിക്കാൻ നമ്മുടെ കരീംക്കൊക്കെ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ പഴയ സ്ഥാനാർത്ഥിയായ സുമേഷനാണോ ജയിക്കുക? ആരാ ജയിക്കുക? കരീമ ജയിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിലോ? കരീമ ജയിക്കുള്ളൂ. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യത? അത് കരീമാണ്. നിങ്ങൾ ഈ നാട്ടുകാരേ അല്ല. നിങ്ങൾ ഏത് നാട്ടുകാരാ? അവിടെ ആരാളുള്ളത്? അവിടെ ഉള്ള ആളറിയില്ല. ശൈലജ ടീച്ചറാണോ? അറിയില്ല. ഓക്കെ. ഞാനൊരു ഇലക്ഷൻ്റെ സർവേക്ക് വന്നതാണ്. അവിടെ ജയിക്കാൻ അഴീക്കോട് മണ്ഡലം ജയിക്കാൻ നിങ്ങളില്ല? അഭിപ്രായം ഇല്ല താത്ത? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല? ചേച്ചിയെ, ഇലക്ഷൻ്റെ സർവാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് പറയാൻ പറ്റുമോ? അഭിപ്രായം ഇല്ല. ബോസേ, ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് പറയാൻ പറ്റുമോ? UDF ആണോ LDF ആണോ? നിങ്ങൾ ഏത് ഭാഗ? എങ്ങനെ ജയിക്കാൻ സാധ്യത? സുമേഷ് കരീമ ജയിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷാജിനെ തോൽപ്പിച്ചത് ഇവിടെ സുമേഷ് അല്ലായിരുന്നോ? ചെറിയൊരു പ്രശ്നമില്ല. അത് ഇപ്രാവശ്യം അത് തിരിച്ചു പിടിക്കുക. ഓക്കെ. ഇനി ചെറുപ്പക്കാരെ എന്താണ് ഇവിടുത്തെ എന്താ അഭിപ്രായം? എന്താണ് ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? സുമേഷ് ജയിക്കുക അല്ലെങ്കിൽ കരീം ജയിക്കുക? സുമേഷാ? എൻ്റെ അഭിപ്രായത്തിൽ അതാ സുമേഷ ജയിക്കുക. ഓൻ ചോപ്പുപ്പായക്കാരനാണ്. ഓൻ ചെങ്കനാണ്. സുമേഷനെ ജയിക്കുള്ളൂ വരും. ഓക്കെ. ശരി. ഒരു ചോദ്യമാണ്. ഇലക്ഷൻ്റെ ഒരു സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാന്ന് പറയാൻ പറ്റുമോ? സുമേഷ് ഉണ്ട്, കരീം ഉണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്. ആർക്കാണ് ചെയ്യാൻ സാധ്യതയുള്ളത്? അഭിപ്രായം ഇല്ല. വോട്ട് ചെയ്യാറുണ്ടോ? ആർക്കാ വോട്ട് ചെയ്യുക? അത് സസ്പെൻസ് അല്ലേ? ഇവിടെ കേരള മുഖ്യമന്ത്രിൻ്റെ അഭിപ്രായം എന്താ? പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഉണ്ടോ? ഒരു അഭിപ്രായം ഇല്ല. എനിക്ക് എന്താ അഭിപ്രായം ഉണ്ടോ? ചേച്ചിയെ, ഒരു ഇലക്ഷൻ്റെ സർവാണ്. ഇവിടെ ജയിക്കാൻ സ്ഥാനാർത്ഥി ആരാളുള്ളത്? LDF ആണോ UDF ആണോ? LDF.
അമ്മൻ്റെ LDF ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഇനി വരണം. ഈ പെൻഷൻ സംഖ്യ കൂട്ടണ്ടേ? കൂട്ടുന്ന സന്തോഷമുള്ള UDF വരാണെങ്കിൽ ഒരു 3000 തരാന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? കിട്ടോ? വരണമെന്നില്ല അല്ലേ? ഓക്കെ ബൈ. ഇലക്ഷന്റെ സർവേ ഉണ്ടോ? 150 നിയോജകമണ്ഡലങ്ങളിലൂടെ യാത്രയാണ്. അഴീക്കോട് മണ്ഡലത്തിലല്ലേ ഇതിപ്പോ? കഴിഞ്ഞ പ്രാവശ്യം ഷാജി തോറ്റ ഒരു മണ്ഡലല്ലേ ലീഗിന്റെ? ഇപ്പൊ സുമേഷിന് കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ സാധ്യത കൂടുതലാണ് അല്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വികസന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ആ വികസനം ഉണ്ട്. എതിർ സ്ഥാനാർത്ഥി കരീം ലീഗിന്റെ, അദ്ദേഹത്തിന് വല്ല ചാൻസ് ഉണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നില്ല. ചാൻസ് അറിയില്ല. എങ്ങനെ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. ഇപ്പം ഭരിക്കുന്ന LDF സർക്കാർ തുടർച്ചയായിട്ട് 10 വർഷമായി ഭരിക്കുന്നത്. എന്താണ് അഭിപ്രായക്കേട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി വരുന്ന UDF ഭരണം അടുത്ത പ്രാവശ്യം UDF വരുമെന്ന് അറിയില്ല. UDF വരാണെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പൊ സതീശനാണെന്ന് വിചാരിക്കുക, പെൻഷൻ കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പില്ല. ഇനി വരുന്ന നമ്മളെ മുഖ്യമന്ത്രി തന്നെ വീണ്ടും തുടർച്ചയായിട്ട് വരാണെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് 3000 പ്രതീക്ഷിക്കുക. എന്താ അഭിപ്രായം ഇവിടുത്തെ? അഭിപ്രായമൊന്നുമില്ല. നമ്മള് കരീം ജയിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ്. നിങ്ങൾ കരീം ജയിക്കും എന്നാണ് നമ്മളെ വിശ്വാസം. ഇതിനകത്തായിട്ട് പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം വരുന്ന വഴിക്ക് സുമേഷിന്റെ ബോർഡുകളെ കാണുന്നുള്ളൂ, കരീമിന്റെ ബോർഡ് കാണുന്നില്ല. ഒരു പരസ്യ പ്രചാരണം. എന്തുകൊണ്ടാണ് ഇത് കാണാത്ത? കരീം ജലനെ ബോർഡ് കാണാത്ത കാര്യങ്ങള്, ഇവിടെ സുമേഷിന് വോട്ട് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷകൾ ഈ പഞ്ചായത്തിന്റെ ഇത് പറയുമ്പോ സുമേഷിന്റെ പോസ്റ്റേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മളിപ്പോ ഇവിടെ കരീമിന്റെ ചിലരിന്റെ പോസ്റ്റ് വരാനിരിക്കുന്നുള്ളൂ. അതിന് പ്രവർത്തകന്മാരിലൊക്കെ തയ്യാറെടുത്ത് നിൽക്കും. പ്രവർത്തകരൊക്കെ ഇപ്പൊ ഒരുക്കങ്ങളിലും സ്ഥാനാർത്ഥി ഇതെല്ലാം പോകുന്നുണ്ട്. അല്ല, സ്ഥാനാർത്ഥി നിർണയം വൈകിയിരുന്നോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല, വൈകിട്ടൊന്നുമില്ല. അപ്പം ഒരു പടി മുന്നിൽ ഇടതുപക്ഷം തന്നെയാണ് ഇവിടെ. ഇപ്പൊ കണ്ടിടത്തോളം ഇങ്ങനെ കാണുന്നത്. ഇനിയിപ്പോ നമ്മൾക്ക് തുടങ്ങാനേ ഉള്ളൂ. സുമേഷിന്റെ വികസനം വൈറ്റിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വികസനമായിട്ട് എടുത്തു പറയത്തൊക്കെ നമ്മളൊന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ ചില പാർക്കുകള്, 1-2 പാർക്കുകള്, പിന്നെ ഇങ്ങനെയുള്ള കാണാൻ അങ്ങനത്തെ കാണുന്നുള്ള എല്ലാ കാര്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലെവലിൽ അങ്ങനെയൊന്നും നമ്മൾ ഇത് കണ്ടിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് അയാൾ. അദ്ദേഹം മറ്റുള്ള ജനകീയനാണ് അത്. മരിച്ച വീട്ടിലും ഒക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത ഇപ്പോ UDF ആണ് കേരളം ഭരിക്കാൻ ഉണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? മിക്കവാറും VD സതീശനായി. തമ്മിലടി ഉണ്ടാവോ? തമ്മിലടി ഉണ്ടാവും വെച്ചാൽ തെരഞ്ഞെടുപ്പിന് സുധാകരന് ഒരു അടി നടന്ന്, അങ്ങനെ ഇനി ഒരുപാട് അടികൾ വരാൻ കെടുക്കുന്നുണ്ടോ? അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം UDF അതിനെ കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തില് ഇപ്പൊ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം എല്ലാവരും ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ട് ഒരു വ്യക്തിനെ ഇപ്പൊ TM മോഹനെ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഷാജി തോക്കാനുള്ള കാരണം എന്തായിരുന്നു? ഷാജി തോക്കാനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ ചില ഘടക കക്ഷികൾ. ഷാജിന്റെ ജനപങ്കാളിത്തം കരീമിനുണ്ടോ? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഷാജി എന്ന ഒരു സിംഹക്കുട്ടിനാണ് സുമേഷ് തോൽപ്പിച്ചത്. ഇപ്രാവശ്യം അതിന്റെ ഇടയിൽ നോക്കുമ്പോ കരീം ഒന്നല്ല. അത് നമ്മൾക്കിപ്പോ വ്യക്തിപരമായിട്ട് പറയാനൊന്നുമില്ല. ജനങ്ങൾ തീരുമാനിക്കും, വോട്ടറാണ് തീരുമാനിക്കേണ്ടത്. ആര് ജയിപ്പിക്കണം, തോൽപ്പിക്കണം എന്നുള്ളത്. BJP ഇവിടെ എന്തെങ്കിലും സാധ്യതയുണ്ട്? BJPക്ക് കേരളത്തിൽ, ഇവിടുത്തെ ലൈക്കോടല്ല, കേരളത്തിൽ ഒരു സാധ്യതയില്ല. ഇവിടെ UDF ഭരണത്തിൽ വരാണെങ്കിൽ എത്ര സീറ്റ് ഉണ്ടാവും UDF-ന്? UDF-ന് മിക്കവാറും 95 കിട്ടും. 95 കിട്ടും എന്നാണ് പറയുന്നത്. അതൊരു സ്വപ്നമായിരിക്കുമോ? അല്ല, നിങ്ങൾ ചോദിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഷാജി എന്താ തോക്കാൻ കാരണം? അതെ, ഷാജി തോപ്പിച്ചത് പലവിധ അഴിമതിയും അതും ഇതും ഷാജിന്റെ പേരെ വെച്ചു കെട്ടി. ഷാജി നിരപരാധി എന്നാണ് ഹൈക്കോടതിയിൽ മത്സരിക്കേണ്ട ഇപ്രാവശ്യം. ആ വാശി തീർത്തെടുക്കണ്ടേ? അല്ല, ഷാജിനെ എന്ന ഒരു ലീഗിൽ ഷാജിക്ക് എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ കരുത്തുള്ള ഒരു ആളാണ്. ഭാവിയിലേക്ക് ഒരു മന്ത്രിയാവുന്ന ആളാണ്. ഷാജി ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര അത് പിന്നെ പാട്ടും പാടി ജയിക്കല്ലോ. കാരണം അത്ര വിശ്വാസമാണ് ഷാജിക്ക്. ഷാജിനെ വിശ്വാസമാണ്, ഭയങ്കരനെ വിശ്വാസമായിട്ടല്ല, ഷാജിനെ വിശ്വാസം. ഷാജി അങ്ങോട്ട് പോയതല്ല, പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വേഗം നിൽക്കാൻ പറഞ്ഞു. ഷാജിനോട് ഹൈക്കോടതി നിൽക്കാൻ പറഞ്ഞ ഷാജി ഹൈക്കോടതി. നമ്മൾ ലീഗ് നേതൃത്വം പറയുന്നത് ലീഗിന്റെ ആൾക്കാർ കേൾക്കാറ്.
കോഴിക്കോട് കുഞ്ഞാൽക്കുട്ടി സിറ്റിംഗ് സീറ്റ് വേങ്ങര. കുഞ്ഞാൽക്കുട്ടി എന്താ മലപ്പുറത്തേക്ക് പോയ പാർട്ടി തീരുമാനം മലപ്പുറത്ത് കുഞ്ഞാൽക്കുട്ടി മത്സരിക്കാന്നാണ്. അവിടെ കുഞ്ഞാൽക്കുട്ടി കുഞ്ഞാലിക്കുട്ടിന്റെ തീരുമാനമല്ല, ലീഗ് എത്ര 27 സീറ്റ് കിട്ടുന്നതാണോ 24 ലീഗിന്റെ തുറപ്പുചിട്ടായ MK മുന്നേറി. എന്തുകൊണ്ട് സീറ്റ് ആരോഗ്യനില പ്രശ്നമുണ്ട്. ആരോഗ്യനിലയുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് നന്നായിട്ട് വലിയ പ്രശ്നമുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കടന്ന ആളാണ് മുനിസായിട്ട്. ഇപ്പൊ അടുത്താണ് ഡിസ്ചാർജ് ചെയ്തത്. അയാൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അയാൾ സ്വമേധ മാറി. അദ്ദേഹത്തിന്റെ സൈഡിൽ ഇരുത്തണ അയാളെ സൈഡിൽ ഇരുത്തുന്ന ഉദ്ദേശമില്ല. അയാൾ നിർദ്ദേശ പ്രകാരമാണ് ഫൈസൽ ബാബുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഫൈസൽ ബാബു അവിടെ ജയിക്കില്ല കേട്ടോ, മുന്നീർ പോയ സ്ഥിതിക്ക്. അത് ഒരിക്കലും പറയാൻ കഴിയില്ല, ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ അഴീക്കോട് മണ്ഡലത്തില് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി. അപ്പോ കരീം ചേലേരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കരീം ചേലേരിക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള ആവശ്യത്തെ തുടർന്നാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്തായാലും പ്രതീക്ഷിച്ചിട്ടല്ല ഷാജി പോയത്. ഈ കാണുന്ന റോഡെല്ലാം ഉണ്ടാക്കി ഷാജിന്റെ ഒറ്റ കഴിവാണ്. ആണോ? അതെ, തീർച്ചയായും ഷാജിയാണ്. 4 കോടി 26 ലക്ഷം റുപ്യ ചെലവഴിച്ചിട്ടാണ് പുനർക്കടവ് ടൂറിസ്റ്റ് ആക്കിയത്. അവിടെ 4 കോടി 26 ലക്ഷം റുപ്യ ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തിയാൽ മതി. കാട്ടാമള്ളി കോളനി റോഡ് കയറുക നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ലൈഫ് മിഷന്റെ പേരിൽ വലിയ കെട്ടി ആഘോഷിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിന്. അവിടെ ചെറുക്കൽ ഗ്രാമപഞ്ചായത്തിൽ അവഹേളിച്ച് അവിടെ ഒരു ലൈഫ് മിഷന്റെ പദ്ധതിയും തുടങ്ങിയിട്ടില്ല. ഒരു പേരിന് മാത്രം ഉദ്ഘാടനം. പിന്നെ ചെറുക്കൽ ഗ്രാമപഞ്ചായത്തിൽ കിട്ടേണ്ട ഹൈസ്കൂൾ വിഭാഗം കാട്ടാമല്ലി ഹൈസ്കൂൾ വിഭാഗത്തിന് പോലും അദ്ദേഹം ആക്കി കൊടുത്തിട്ടില്ല. അവിടെ ഇപ്പോഴും UP എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്താ രാജിന്റെ കഴിവെന്ന് ഇവിടെ ഉള്ളത് സ്മാർട്ട് ക്ലാസിന്റെ ഇതില് ഹൈസ്കൂളിൽ ഇവിടുത്തെ ഹൈസ്കൂളിൽ പോയി ഷാജിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പലവിധം. 10 വർഷം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നത്. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഷാജി ഇപ്പൊ ചെയ്യുന്നേ പാസ്സായതേ ഷാജിന്റെ പകുതി മുക്കാൽ സ്കൂളിൽ. അപ്പൊ ഇപ്പം പോയി സാർ ആ സ്കൂളൊന്ന് നോക്കുക എങ്ങനെയാണ് സ്മാർട്ട് ക്ലാസ് ആണോ അത് മാത്രമല്ല മുണ്ടേരി സ്കൂൾ എല്ലാ സ്കൂളും. അല്ല, പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ സ്കൂളൊക്കെ ഹൈടെക് ആയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അതിന് UDF ഒരു ഒന്നും പറയാനില്ല. UDFന്റെ ഇതിൽ ഇപ്പോൾ വന്ന ഇത് പറഞ്ഞാൽ 4000 രൂപ പെൻഷൻ ആക്കുമെന്നാ പറയുന്നത്. UDF കഴിഞ്ഞ 10 വർഷം മുമ്പ് ഒഴിഞ്ഞു പോകുമ്പോ എത്ര മാസം 18 മാസം കുടിശ്ശിക കണ്ടതിന് അന്ന് 500-600 രൂപ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ 3000 ഇവര് 2500 കൊടുക്കും പറഞ്ഞിട്ട് ഇപ്പൊ 2000 ആക്കിയിട്ടേ ഉള്ളൂ. ഒരു പ്രകടന പ്രവർത്തിയില് 2500 കൊടുക്കുന്ന 2000 കൊടുത്തില്ല, കൊടുക്കുന്നു പറഞ്ഞിട്ടേ ഉള്ളൂ. 2000 കൊടുത്തു. അല്ല, ഇന്ന് 6000 കോടി കടം കൂടെയാണ്. അതും കൂടി മനസ്സിലാക്കല്ലേ. ഒരു കുട്ടിക്ക് 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യന്റെ മുകളിലെ കടബാധ്യത കേരളത്തില് ഈ 10 വർഷത്തിന്റെ ഇടയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്തു പറഞ്ഞാല് ഇപ്പൊ വയനാട് ദുരന്തം വന്ന സമയത്ത് ജനങ്ങളാണ് പൈസ കൊടുത്തത്. പ്രളയം വന്ന സമയത്ത് ജനങ്ങളാണ് പൈസ കൊടുത്തത്. ഗവൺമെന്റ് ഇതിനകത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇവിടുത്തെ വരുമാനം കൂട്ടിയിട്ട് അത് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വം. അല്ലാതെ ജനങ്ങളുടെ അടുത്ത് പിരിച്ചിട്ട് മറ്റൊരു പാർട്ടിയാണ്. ഒരു പാർട്ടി എന്ത് പിരിച്ചു എന്നുള്ളത് അത് നിങ്ങൾ കേസ് കൊടുക്കുക, അന്വേഷിക്കുക, അതൊന്നും ചെയ്യോ? അതല്ല, ഇത് ഗവൺമെന്റിന് കൊടുക്കുന്ന പൈസ ജനങ്ങൾ. അതിന് കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, BJP-ക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, CPM-മാരുണ്ട്. അതെ അതെ. ഇപ്പൊ കോൺഗ്രസ്സുകാര് പ്രത്യേകമായിട്ട് പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തില്ല. CPM ദുരിതാശ്വാസ നിധിയിലേക്കാണ് പൈസ കൊടുത്തത്. അവർ വേറെ പിരിക്കുന്നതാണ് കോൺഗ്രസ്. എന്തായാലും ഇപ്പൊ ഏറ്റവും നല്ല പോയിന്റ് ഇപ്പൊ കൊടുക്കുന്ന ഈ കേരള സർക്കാർ തന്നെ വീട് അല്ല, അതായത് 60 വർഷം കൊണ്ട് കേരളത്തിലെ കടം പറഞ്ഞ 1000 കോടിയാണ്. ഇന്ന് ഈ 10 വർഷം കൊണ്ട് അത് 6000 കോടിയായി. അപ്പൊ അതിന് പെൻഷനും കൊടുത്തിട്ടുണ്ടാവും. പെൻഷന് വേറെ തന്നെ സെസ് പിരിച്ചിട്ടുണ്ട് ഇവിടുത്തെ പിന്നെ പെട്രോളിന്റെയും. ഇനി വരുന്ന ഈ അടുത്ത പ്രാവശ്യം UDF ഭരണം വരാണെങ്കിൽ ഈ 6000 കോടി കടം വീട്ടോ അല്ലെങ്കിൽ 6000 12,000 ഇനിയിപ്പോ 6000 കോടി കടം വീട്ടാൻ ഒരു ഗവൺമെന്റിന് സാധിക്കും. എത്ര കടം കുറക്കൂല. അത് ആ നിലനിൽപ്പിന് കുറച്ചുകൂടെ എന്തെങ്കിലും അധികം